ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്താണ്? എങ്ങനെ ആ ഒരു ദക്ഷയാഗത്തെ കുറിച്ച്? ദക്ഷയാഗം തന്നെയാണ്, ദക്ഷയാഗ കഥയാണ് ഐതിഹ്യം. പക്ഷേ ഇത് ദശപ്രജാപതിയാൽ അപമാനിതയായ സതീദേവി ദേഹത്യാഗം മറഞ്ഞ തറ. എനിക്കൊന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഒരു പുഴയുടെ നടുവിൽ, ഒരു വെള്ളത്തിൻ്റെ നടുവിലുള്ള ഒരു ആരണ്യ ക്ഷേത്രമാണ്. അപ്പോൾ 2 കൽത്തറകളാണുള്ളത്. ഒന്ന് ശിവലിംഗം ഇരിക്കുന്ന കൽത്തറയും മറ്റൊന്ന് ഈ സതീദേവി ദേഹത്യാഗം ചെയ്ത അമ്മ മറഞ്ഞ തറ. അപ്പോൾ ഈ 2 തറകളാണ്. ദക്ഷയാഗ പുരാവൃത്തമാണ് ആ ക്ഷേത്രത്തിൻ്റെ പുരാവൃത്തം എന്നാണ് കൂട്ടായ്മ വിശ്വസിച്ചിരുന്നത്. സത്യമാണോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. കാരണം ഉത്തരേന്ത്യയിലും ദക്ഷയാഗം നടന്ന സ്ഥലങ്ങളുണ്ട്. എന്തായാലും അവിടുത്തെ ആരാധനാമൂർത്തി ദശദ്വരനാശകനായ ശിവനാണ്, ദേവിയാണെന്നുള്ളതാണ്. ആ രീതിയിലുള്ള പ്രതിഷ്ഠയാവാം എന്നുള്ളതിന്. അതിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന് നമ്മുടെ ദ്രവീഡിയൻ കൾട്ട് വരെയുള്ള പഴക്കമുണ്ട്. അതായത് നമ്മുടെ പഴയ ദ്രവീഡിയൻ ആരാചാര രീതിയിൽ വരുന്ന പശുപതി മാതൃദേവി സങ്കല്പം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തുടർച്ച ആര്യനൈസേഷന് ശേഷം അത് ഈ രീതിയിൽ മാറിയതാവാനുള്ള സാധ്യതയാണ് കൊട്ടിയൂർ അമ്പലത്തിൽ കാണുന്നത്. കാരണം സാധാരണ ഉത്സവങ്ങളിൽ കാണുന്ന പല ചടങ്ങുകളും ഇല്ലാതെ ഒരു കൂട്ടായ്മയുടെ ഉത്സവമായിട്ട് നടന്നുകൊണ്ട് എൻ്റെ ഒരു നിഗമനം അതാണ്.